പുതിയൊരു സ്ഥലത്ത് വന്ന് ഒരു വാടക വീടൊക്കെ എടുത്ത് അതിനെ നമ്മുടെ ഒരു ഇടമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണല്ലേ. പക്ഷെ ഞങ്ങളത് ഒരുമിച്ച് നിന്ന് വളരെയധികം ആസ്വദിച്ച് ചെയ്തു തീർത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. വിശേഷങ്ങളൊക്കെ പറയാം, വായോ. ഇത് കാഞ്ചീപുരം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിട്ടുള്ള ക്രോസിംഗ് ആണ്. നമ്മുടെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായതുകൊണ്ട് തന്നെ ടൗണിലുള്ള ഏത് ഷോപ്പിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഈ ഒരു റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് വേണം പോകാനായിട്ട്. പണ്ട് മുതലേ എനിക്കിങ്ങനെ ഈ ട്രെയിന് പോകുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കേശുക്കുട്ടനും അങ്ങനെ തന്നെയാണ്. എത്ര ഫ്രണ്ടിൽ നിന്ന് അത് കാണാൻ പറ്റുമോ അത്രയും സന്തോഷമാണ് അവന്. KSM കാഞ്ചി സൂപ്പർ മാർക്കറ്റ്. ഈ കാഞ്ചീപുരത്തെ ഏത് മുക്കിനും മൂലയിലും നോക്കിയാലും നമുക്ക് ഇവരുടെ ബ്രാഞ്ചസ് കാണാനായിട്ട് പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. നമ്മളൊരു ലിസ്റ്റൊക്കെ എഴുതി കൊണ്ടുവന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ബക്കറ്റ്, ചൂല്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ താഴത്തെ ഫ്ലോറിൽ പല ഇങ്ങനെ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യാൻ പറ്റി. വഴിയിൽ നല്ല ചൂട് ഉഴുന്നോടെ ഇടുന്ന കണ്ടിട്ട് നിർത്തിയതാണ്. ഞാനും കേശുക്കുട്ടനും ഉഴുന്നോടെ ഫാൻസാണ്. വഴിയിൽ മീൻ വിൽക്കുന്ന കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. നമ്മളെ നാട്ടിൽ നരിമീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് മീനാണ്. വിച്ചുവിന് ആ മീൻ നല്ല ഇഷ്ടമാണ് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കൊണ്ടുപോയി ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. നേരത്തെ കാണിച്ചിരുന്നില്ലേ റെയിൽവേ ക്രോസ്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇങ്ങനെ ഇവർ മീൻ വിൽക്കാനായിട്ട് ഇരിക്കുന്നത്. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ഇതിന് ഈ മീനിനൊരു 125 രൂപ അങ്ങനെ എങ്ങാണ്ടായി. ഇതും ഇതിൻ്റെ ഒരു 2 ചെറിയ മീനും കൂടെ അവരതിനെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. ഇത്രയും ക്ലീൻ ചെയ്ത് തരുന്നത് കൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ. വീട്ടിൽ പോയി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മളേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഐസൊന്നും ഇട്ട് വെക്കുന്ന കാണാനില്ല കേട്ടോ. ഇവിടെ ഈച്ചകളൊക്കെ ആവശ്യം പോലെ വരുന്നുണ്ട്. മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ചോറും മീൻ ഫ്രൈയും ഒരു ബീട്രൂട്ട് തോരനും സലാഡും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമാങ്ങ അച്ചാറും അടിപൊളിയായിരുന്നു. നമ്മൾ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ വേറൊരു വീട്ടുകാരുണ്ട്. കണ്ടില്ലേ, പുറം ഭാഗം തൊട്ട് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങ് കിച്ചൺ വരെയും നമുക്കിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേ കവറുകളിലും ബാഗുകളിലും ഒക്കെ ആയിട്ടായിരുന്നു ആദ്യം വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം കാറ്റഗറൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിച്ചണിൽ വെച്ചു. കബോർഡുകളിലേക്ക് വെക്കേണ്ട സാധനങ്ങളെല്ലാം കബോർഡുകളിലേക്ക് വെച്ചു. അപ്പോൾ തുണികളൊക്കെ ആണെങ്കിൽ അത് അറേഞ്ച് ചെയ്യേണ്ട ബെഡ്റൂമിലേക്ക് നമ്മളതെടുത്ത് വെച്ചു. അപ്പം അങ്ങനെ ആദ്യം എല്ലാ സാധനങ്ങളും കാറ്റഗറൈസ് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ടാണ് പിന്നീട് സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാം ഭംഗിയാക്കി ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എല്ലാം വെച്ചത് പിന്നീടായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളകളാണ്. നാട്ടിൽ നിന്ന് ഇതിനെയൊക്കെ പൊട്ടാതെ ഇങ്ങനെ എത്തിക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യമായിരുന്നു. ഞാൻ വള വയ്ക്കുന്ന സ്റ്റാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ തൽക്കാലം ഇതൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്ത് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അങ്ങനെ തറയിലുള്ള സാധനങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് നമ്മളെല്ലാം തൂത്ത് തുടച്ച് എനിക്ക് കണ്ടോ സഹായിയായിട്ട് എൻ്റെ കേശുകുട്ടൻ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഈ ഒരു ജേർണിയിൽ ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാനും വിച്ചും കൂടെ പിന്നെ തുണിയലക്കലും ബാക്കി ജോലികളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവന് ബോറടിക്കാൻ പാടില്ലല്ലോ. നമ്മളിവിടെ TV ഒന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കുറച്ച് ആക്ടിവിറ്റി ബുക്കുകളും കളറിങ് ബുക്കുകളും ക്ലേയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പണ്ടൊന്നും ഇത്രയൊന്നും അടങ്ങിയിരിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ചേച്ചിക്കുട്ടിയെ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറേ കൂടെ ആൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അങ്ങനെ തുണിയെല്ലാം ഒന്ന് വിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വെയിലൊന്ന് താഴ്ന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമല്ല, വിച്ചുവിൻ്റെ ഓഫീസും ആ പരിസരമൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ്. വിച്ചു എപ്പോഴും പറയാറുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പോകുന്ന വഴിയിലൊക്കെ നല്ല രസമാണെന്നൊക്കെ. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു നാട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ വിച്ചു ഞങ്ങളെയും കൊണ്ട് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാഞ്ചീപുരം ഒരു ടൗണിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്കാണ് വിച്ചുവിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഫുൾ 2 സൈഡിലും നെൽപ്പാടങ്ങളാണ്. ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ. റോഡ് സൈഡിൽ മുഴുവൻ നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇവിടുത്തെ റോഡുകളിൽ എപ്പോഴും പശുക്കളുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിലും നമുക്ക് പണി കിട്ടും. ഇവിടെ നെല്ല് അളന്ന് ചാക്കിലാക്കി മില്ലുകളിലേക്ക് കയറ്റി വിടുന്ന സ്ഥലമാണ്. നിരവധിയായിട്ട് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളും കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളും മരത്തണലിലും ബസ് ഷെഡിലും ഒക്കെ ഇരുന്ന് സൊറ പറയുന്ന നാട്ടുകാരും ട്രഡീഷണൽ ആയിട്ടുള്ള കാഞ്ചി കുടിലുകൾ എന്നറിയപ്പെടുന്ന വീടുകളും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി.
ഇത് ഫുള്ള് നെല്ലാണ്, കുഞ്ഞു കുഞ്ഞു കൂനകളായിട്ട് ഇങ്ങനെ കൂട്ടി റോഡ് സൈഡിൽ ഇട്ടിരിക്കുന്നത്. ഫുള്ള് ഇങ്ങനെ ടാർപോളിനും ചാക്കൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പണിക്കാർ ഇതിന്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കാണാൻ പറ്റും. ഈ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ ജംഗ്ഷൻ പോലുള്ള ഒരു സ്ഥലമാണ് ഇത്. സിംഗാതി വക്കം എന്നാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേര്. ഇവിടെ കുറച്ച് വീടുകളും കടകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല വിളങ്ങി കിടക്കുന്ന പാടത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ദൂരെ വിച്ചുവിൻ്റെ കമ്പനി കാണാനായിട്ട് പറ്റുന്നുണ്ട്. മദർസൺ എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. എനിക്ക് ആ കമ്പനി ഇത്ര ഏക്കറാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് അതിൻ്റെ ചുറ്റുമുള്ള നെൽപ്പാടവും അതിൻ്റെ ആ ഒരു ആംബിയൻസ് ആണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. കമ്പനിയുടെ തന്നെ പുതിയ പുതിയ പ്രൊജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് പുതിയ ബിൽഡിങ്സ് ഒക്കെ പണി നടക്കുന്നുണ്ട്. പിന്നെ സൺഡേ ആയത് കാരണം വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കമ്പനിയിലേക്ക് പോകാനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വഴിയാണ്. ഈ വഴി കൂടെ പോയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ തൃശ്ശൂരുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാലമാണ് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു വന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയായിരുന്നു. മദർസൺ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്. അച്ചാപ്പിയുടെ പുതിയ ഓഫീസ് കാണാനായിട്ട് മകൻ ഒരുപാട് ദിവസമായിട്ട് കാത്തിരുന്നതായിരുന്നു. ഏതായാലും നമ്മൾ കണ്ടു, സന്തോഷം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് നിലമൊക്കെ ഒരുക്കി ഇട്ടേക്കുവാണ്. കൊണ്ട് ഒരുപാട് പശുക്കളുണ്ട്. ഇവിടുത്തെ ആളുകളുടെ മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ് കേട്ടോ ഈ പശു വളർത്തൽ. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും ഒക്കെ ഒരുപാട് പശുക്കൾ ഇങ്ങനെ മേയാൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പശു കഴിഞ്ഞപ്പോൾ അടുത്തതേ കുറേ താറാവ്. ഏതായാലും തമിഴ്നാടിൻ്റെ ഗ്രാമീണമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വൈകിട്ടുള്ള ചായ കൂടി മിക്കപ്പോഴും നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും കേട്ടോ. നല്ല രസമാണ് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ അവിടെ ഇരിക്കാൻ. പിന്നെ പകലൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ചൂട് കാരണം. അതുകൊണ്ട് വൈകിട്ടുള്ള സമയം മാക്സിമം നമ്മൾ പുറത്തിറങ്ങി ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു തെങ്ങാണ്, നിറച്ച് തത്തമ്മകളാണ്. നല്ല ഭംഗിയാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. രാത്രി നമ്മൾ ഏകാംബരനാഥർ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയാണ്. ടൗണിൽ എപ്പോഴും ഈ തിരക്കുണ്ടാവും, രാത്രിയും പകലും എന്നും നോക്കണ്ട, എപ്പോഴും തിരക്കാണ്. ഇതുവഴി വണ്ടി ഓടിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. വന്ന് തൊഴുതു, എന്നാലും വെറുതെ കുറേ നേരം വെളിയിലിരിക്കും. അതാണ് ഏറ്റവും മനസ്സിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. പിന്നെ വിശപ്പ് തട്ടിയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി. ടെറസിലിരുന്നാണ് ഡിന്നറും കഴിച്ചത്. പുട്ട്, മുട്ട റോസ്റ്റ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വരിക്ക മാങ്ങ. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം അവസാനിച്ചു. പുതിയ വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ബൈ ഫ്രം ടീം ട്രാവലിംഗ് ഡ്രൈവർ.